ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഓഫീസ് ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. ഓഫീസിലും പോകണം. അപ്പോൾ രാവിലെ ഇന്ന് അരിയും ഇടാമെന്ന് വിചാരിച്ചു. ശേഷം പിന്നെ ഇന്നത്തെ കറികൾ ചീരയുടെ തോരൻ, ചുവന്നീര തോരനും മാങ്ങാ ചമ്മന്തി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പവും കടലക്കറിയാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പോകണം. ആദ്യം തന്നെ അരി ഇടാൻ പോവാം. അപ്പോൾ നമ്മൾ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി അവിടെ നിന്ന് തിളക്കട്ടെ. തിളച്ച് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം. ഞാൻ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്തിരി കട്ടൻ കാലി കുടിച്ചാൽ രാവിലെ ഒരു ഊർജ്ജമൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാപ്പി വെച്ച് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. രാവിലെ ഇതെല്ലാം ചെയ്തിട്ട് വേണം ഇന്ന് നമുക്ക് ജിമ്മിൽ പോകണം. അപ്പം അതിന് മുന്നേ ആയിട്ടാണ് എല്ലാം ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ സമയം ഇച്ചിരി നേരത്തെയാണ് ഞാൻ ജിമ്മിലേക്ക് മാറ്റിയേക്കുന്നത്. 6 തൊട്ട് 7 വരെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ എന്നാലും അതൊരു മടിയാണ്. വന്നു കഴിയുമ്പോൾ വിയർത്ത് കുളിച്ചൊക്കെ വരുന്നത്. അപ്പോൾ വന്നോട്ടം നമുക്കൊന്ന് കുളിച്ചേക്കാന്ന് വിചാരിക്കും. പിന്നെയൊക്കെ ചെയ്യാനൊക്കെ മടി വരും. അപ്പോൾ ഇന്ന് കാപ്പി കൂടെ തിളച്ച് വാങ്ങി കഴിയുമ്പോൾ പാലപ്പത്തിന് കടലക്കറിയാണ്. അപ്പോൾ കടല നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കാപ്പിക്ക് പൊടി ഇടാറായി. ഞാൻ ഇന്നത്തേക്കുള്ള കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ചുമന്നീര ഇന്നലെ വാങ്ങിച്ചായിരുന്നു. അത് തോരനാണ് ഇന്നത്തെ കറിക്കുള്ള സ്പെഷ്യൽ. ചുമന്നീര തോരന് എല്ലാം അരിഞ്ഞു വെക്കും രാത്രിയിലെ. പിന്നെ അതിലേക്കുള്ള തേങ്ങായും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തേങ്ങ തോരനും ചമ്മന്തിക്കുള്ള മാങ്ങാ ചമ്മന്തിക്കുള്ളതാണ്. അതിൻ്റെ ഉള്ളിയും കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ ഇതെല്ലാം എടുക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ നമ്മുടെ കടലക്കറിക്കുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരന് ചതയ്ക്കാനുള്ള തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു പീസ് സവാള കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കും. കഴുകി വൃത്തിയാക്കി അടച്ചു വെച്ചാൽ രാവിലെ എടുത്ത് എല്ലാം ഇട്ട് കൊടുത്ത് കിച്ചി കിച്ചാന്ന് അടച്ചെടുക്കാൻ മാത്രം മതി. അപ്പം നമുക്ക് ഇനി കാപ്പിക്ക് ഇട്ട് കൊടുക്കാം. സമയം ഓഫീസ് ഡേ അല്ല, നമ്മുടെ ജിമ്മിലേക്കുള്ള സമയം നേരത്തെ ആക്കിയതുകൊണ്ട് ഞാൻ 5 മണി എന്നുള്ളത് 4 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. എന്നാലേ റെഡി ആകത്തുള്ളൂ. ജിമ്മിൽ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും അവർ 6:30 വരുന്നത്. അതുകൊണ്ട് ഞാനും 6:30 ചെല്ല് എന്ന് പറയും. അപ്പോൾ ഒന്നിച്ച് തീർക്കാം. അപ്പോൾ ഒരു കൂട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7 എന്നുള്ള സമയം ഇപ്പോൾ 6:30 ആക്കിയിട്ടുണ്ട്. 6:30 വാ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പറയുന്ന കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് 6:30 ആക്കിയേക്കാം. അപ്പോൾ അങ്ങനെയാണ് സമയം മാറ്റിയത്. കാപ്പി അങ്ങോട്ട് വാങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്നിരിക്കട്ടെ, കടല ഒന്ന് കഴുകി കുക്കറിലാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ കടല വയ്ക്കാം. കടല കഴുകി പാകത്തിന് വെള്ളം കൂടി ആക്കി ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാപ്പി എടുത്ത് കഴിയുമ്പോൾ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. കടലയ്ക്ക് ഞാൻ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കും. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ ചൂടാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം. പെരിഞ്ജീരകം കൊണ്ട് എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. അത് ഞാൻ ചെറുത് മറന്നു പോകും ചേർക്കാൻ. ധൃതി ആയതുകൊണ്ട് രാവിലെ അരി തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചാക്സണിലേക്ക് തിളച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കാം. ഇതാണ് എൻ്റെ കപ്പ്, കാപ്പി കുടിക്കുന്ന കപ്പ്. ഇത് ചേട്ടൻ്റെ കപ്പ്, റെഡ് ചേട്ടൻ്റെ. നമുക്ക് ഇത്തിരി ഗ്രീൻ കട്ടൻ കാപ്പി എടുക്കാം. വാങ്ങി കഴിയുമ്പോൾ തിളച്ച് വരട്ടെ. തലേദിവസം രാത്രിയിലൊക്കെ എല്ലാം അരിയാനൊക്കെ മടിയാണ്. പക്ഷെ അരിഞ്ഞ് വെച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടി അരിയാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അരിഞ്ഞ് വെച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് പണി എളുപ്പമുണ്ട്. കാപ്പി തിളച്ച് വരുന്നുണ്ട്. കാപ്പി നമുക്ക് അവിടെ മാറ്റാം. ഇവിടെ നമ്മൾ കുക്കർ നമുക്ക് അടുത്തേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം മാത്രമേ ഞാനിത് മുറുക്കി അടച്ചു വെക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമത്തി വെക്കത്തുള്ളൂ. ശേഷം വെച്ച് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പൊടികളെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെന്താണ് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കടല പെട്ടെന്ന് വേകും. അപ്പം അതിവിടെ അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വെക്കും. ഇച്ചിരി കാപ്പി എടുക്കത്തുള്ളൂ. അങ്ങോട്ട് മാറ്റാം. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ ചൂടാണ്, എടുത്തതല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇച്ചിരി കുടിച്ച് നോക്കാം രാവിലെ. ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കീ കൊടുക്കുന്ന പോലെ പിന്നെ അങ്ങ് പൊക്കോടും. വെറുതെ എനിക്ക് സമയം കൊണ്ട് ഞാൻ തോരനൊക്കെ ഉള്ളൂ ചതച്ച് വെക്കും. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചതായതുകൊണ്ട് നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അടുപ്പൊന്ന് ഫ്രീ ആവട്ടെ.
അപ്പോൾ ഈ അടുപ്പ് പെട്ടെന്ന് ഫ്രീ ആവും. ചോറ് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ചാക്സിലേക്ക് മാറ്റുന്നതുകൊണ്ട്. അപ്പം ഞാൻ തോരനുള്ളതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഒരുപാട് കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോകും, വെന്ത് ഒറ്റ ആവി അടിച്ച് കഴിയുമ്പോഴത്തേക്ക്. തോരനും മാങ്ങാച്ചമ്മന്തി കൂടെ ആകുമ്പോഴത്തേക്കും നല്ലതാണ്. ഇപ്പം ഇന്ന് ഞാൻ പച്ചക്കറി ഇന്നലെ വാങ്ങിക്കാൻ കയറിയപ്പോഴാണ് മാങ്ങ കണ്ടത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മാങ്ങ ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ അച്ചാറിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മീനൊക്കെ വാങ്ങുവാണെങ്കിൽ മാങ്ങായിട്ട് മീൻ കറി വെക്കാമല്ലോ. പക്ഷെ മീൻ വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മാങ്ങ മേടിച്ചു. ഞാൻ പച്ചമുളകല്ല, ചുമന്ന ചീര ആയതുകൊണ്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ അമ്മ പറയും ചുമന്ന ചീര ആയതുകൊണ്ട് മുളക് പൊടി ചേർത്താൽ മതിയെന്ന്. അപ്പം അങ്ങനെ ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് മതി ചേർത്ത് കൊടുക്കും. ചീരയ്ക്കായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും അങ്ങനെ ഒരുപാടൊന്നും ചേർക്കാനില്ല. ഒരു സവോളയുടെ 1/4 ഭാഗം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളി എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ സവാള തോരന്. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുഞ്ഞുനാ അങ്ങ് ആയിക്കോളും. ചെറിയ ഉള്ളി പൊളിക്കാൻ മടി കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചമ്മന്തിക്ക് ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചു. ചമ്മന്തിക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അഴുക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഒരു ഒറ്റ കറക്കിയാൽ മതി. കറിവേപ്പില ഞാൻ എടുത്തില്ല, കാരണം ഇല ആയതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കാറില്ല ചിലപ്പോൾ തോരന്. ഞാൻ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ എല്ലാം എളുപ്പത്തിലുള്ള പരിപാടികളാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് ചതച്ച് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തോരനുള്ള അരപ്പിവിടെ റെഡി. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. എല്ലാം തിളയ്ക്കുന്നേ ഉള്ളൂ. നമ്മുടെ ചോറ് ഇപ്പോൾ തിളച്ച് വരും. അപ്പോൾ അത് പൊങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കടലയിട്ട് എല്ലാം തിളച്ച് തരും നന്നായിട്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പിട്ട് വെച്ചാൽ തിളയ്ക്കാൻ താമസിക്കും, വേഗം താമസിക്കും. അതുകൊണ്ടാണ് ഉപ്പ് തിളച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, തേങ്ങ ചേർക്കാത്ത കടലക്കറി കേട്ടോ. നേരത്തേക്ക് ഞാൻ തേങ്ങ ചേർത്തായിരുന്നു എടുക്കുന്നത്, പക്ഷെ ഇപ്പോൾ തേങ്ങ ചേർക്കാതെ എടുക്കും. ഇവിടെ എല്ലാവർക്കും തേങ്ങ ചേർക്കാത്ത ഇഷ്ടം. മുളക് പൊടിയൊക്കെ ഇച്ചിരി എടുത്തോളൂ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കടല പെട്ടെന്ന് വേകും. നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാം. നമ്മുടെ ചോറും ഇവിടെ തിളച്ച് നന്നായിട്ട് അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ഒരു 4-5 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കടല വെന്തോളും. ചോറ് തിളച്ച് നന്നായിട്ട് ഇതങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ മാറ്റി വെച്ചു, നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇലയ്ക്ക് നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ്, ഒരുപാട് ചേർക്കില്ല, കുറച്ച് പെട്ടെന്ന് അവിഞ്ഞു വരും. അരപ്പിനകത്തെ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കി അവിഞ്ഞു വന്നോളൂ. കടുകിട്ട് കൊടുക്കാവേ. പിന്നെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച അരി വെച്ച് നമ്മുടെ ഇല ചുമന്നരിയുടെ ചക്കക്കുരുവിനും കൂടെ തോരൻ വയ്ക്കാൻ നല്ലതാണ്. ചക്കക്കുരു ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചാൽ പൊളിക്കാൻ മതിയായിരുന്നു. എനിക്കത് ഇത് തന്നെ തോരൻ വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ചക്കക്കുരുവും ഈ ഇലയും കൂടി തോരൻ വെക്കുന്നതായിരുന്നേ. പക്ഷെ ഇന്നലെ വേറെ കുറച്ച് പരിപാടികൾക്കൊക്കെ വൈകിട്ട് പോയതുകൊണ്ട്
പറയാൻ സമ്മതിക്കത്തില്ല. വേറെ കുറേ പരിപാടികൾക്കൊക്കെ പോയതുകൊണ്ട് ചക്കക്കുരു ചേരണ്ട നേരെ കിട്ടിയില്ല. കുറച്ച് ചക്കക്കുരു നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മടിയായിരുന്നു ഫസ്റ്റ്. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. ഇനി എന്തോ അരപ്പ് ചേർക്കണം. അരപ്പ് നമ്മൾ മുമ്പ് അരച്ച് വെച്ചായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച് നന്നായില്ലേ? നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്കൊക്കെ ഉപ്പ് കുറച്ച് മതി. കാരണം പെട്ടെന്ന് ഉപ്പ് അത് അവിയുന്ന കൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒന്നും തോരനുണ്ടാവില്ല. ഉപ്പ് പറയാൻ സംഭവിക്കില്ല. അപ്പോൾ ഉപ്പ് നമുക്ക് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഈ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൊണ്ട് ഒന്ന് കലക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ശകലം. അപ്പം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇലയായതുകൊണ്ട് ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വന്നോളൂ. ഇത് അടച്ചു വെച്ചു, സിമ്മിലാക്കി വെച്ചിരുന്നത് കേട്ടോ. അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ഈ പാത്രങ്ങളും ഇതുമെല്ലാം ഒന്ന് കഴുകി വെക്കാം. അല്ലെ ഒന്ന് കുന്നിച്ച് കൂട്ടിയിട്ടപ്പോഴേക്ക് പാടാം. കഴുകിയെടുക്കാം. കുക്കർ ഇപ്പോൾ ഒരു കുറേ വിസിലടിച്ച് നമുക്ക് ഓഫ് ആക്കിയേക്കാവേ. അത് വെന്ത് കാണും. നമുക്ക് ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരയ്ക്കാനായിട്ട് മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. കുറച്ച് മതി, കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ. ചെനച്ച മാങ്ങയാന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് മാങ്ങയ്ക്ക്. അപ്പോൾ ചെറിയ പുളി ഒരു മധുരം കൂടെ ഫീൽ ചെയ്യും. അതെനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചതല്ല, പക്ഷെ ഇപ്പം നോക്കിയപ്പോഴാണ് ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പീസ് മതി നമുക്ക്. അതിനൊന്ന് തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തോരൻ എന്തായി നോക്കട്ടെ. നമ്മുടെ നിരത്തിയിട്ട് കൊടുക്കാം. നമുക്ക് ഇലയായതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ഒന്ന് അരിഞ്ഞു വന്നോളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തേ. ഇച്ചിരി വെള്ളമൊക്കെ കൂടെ പറ്റാനുണ്ടേ. അപ്പോൾ അങ്ങോട്ട് ഒന്ന് പറ്റി നമുക്ക് നിരത്തിയിടാം. ഫ്ലെയിം കൂട്ടി വെച്ചു. പുളിശ്ശേരി ചോറിന് ഒഴിക്കാൻ പുളിശ്ശേരി ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് രാത്രിയിൽ. അത് ഞാൻ 2-3 ദിവസത്തേക്കുള്ള പുളിശ്ശേരി ഒന്നിച്ചുണ്ടാക്കി വെക്കും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം അത് ഫ്രിഡ്ജിൽ ഇരുന്ന കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒഴിക്കാൻ കറി മിക്കപ്പോഴും പുളിശ്ശേരി ആയിരിക്കും. ഇനിയിപ്പോൾ മുട്ടയൊന്നും ഇന്നിപ്പോൾ എടുക്കുന്നില്ല. ചൂടായതുകൊണ്ടാണ് മുട്ട എടുക്കുന്നതെന്ന് വിചാരിച്ച്. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ പാലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ നമുക്ക് ചൂടായതുകൊണ്ട് ഞാൻ മുട്ട എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് നിരത്തിയിട്ടല്ലോ. ഇത് നമ്മുടെ മാങ്ങ എന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുക. ഒരു കുളപ്പ് മതിയെ. ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇന്നലെ എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് എളുപ്പം. അല്ലെങ്കിൽ രാവിലെ എല്ലാത്തിനും കൂടെ പോയാൽ നേരെ കിട്ടത്തില്ല. മതി. ബാക്കി തേങ്ങ ഇരിക്കട്ടെ. നാളെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ, അപ്പോൾ എടുക്കാം. പിന്നെ അകത്ത് ഇച്ചിരി തേങ്ങ ആയിരിക്കും. ഈ പാവത്തിന് ഇച്ചിരി മുളക് പൊടി. മാങ്ങാച്ചമ്മന്തിക്ക് ആയതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുത്തു. പാവത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ആദ്യം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാവുന്ന അരച്ചെടുക്കും. കാരണം മാങ്ങായും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അറിയത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം പെടുക്കുക. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വന്നു കേട്ടോ. നമുക്ക് തോരൻ മാറ്റി വയ്ക്കാം. തോരൻ ഇവിടെ റെഡി. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കും. കാരണം മാങ്ങ ഇച്ചിരി പഴുത്തൊക്കെ ആയതുകൊണ്ട്. ചമ്മന്തി ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയാലേ കൊള്ളത്തില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം നമുക്ക് ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതായത് കണ്ടോ, ചമ്മന്തി ഇങ്ങനെ നന്നായിട്ട് കുറുകിയിരിക്കണം. വെള്ളം വേണ്ട കേട്ടോ, കറക്റ്റ് വെള്ളം വേണ്ട. കാരണം ഉള്ളിയുടെ ആ മാങ്ങയുടെ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട്, മാങ്ങ ചെനച്ചതായതുകൊണ്ടും ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് വല്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർത്തില്ല. ഉപ്പും കൂടി ചേർത്തായതുകൊണ്ട് ഇത്രയും മതിയായിരുന്നു. കറക്റ്റ് ഈ ഒരു രീതിയിൽ നിൽക്കണം നമ്മുടെ ചമ്മന്തി. കണ്ടോ,
ഒന്നുകൂടെ ഒന്ന് കറക്കി നോക്കട്ടെ. ഇച്ചിരൂടെ ഒന്ന് അരയുന്നുണ്ടെങ്കിൽ അരഞ്ഞോട്ടെ. ഓക്കെ, നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. ഇനി കടലക്കറിക്കെല്ലാം ചേർത്ത് കൊടുക്കാം. കടലയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നു. അതിൻ്റെ ആവിയൊക്കെ പോയി. നോക്കട്ടെ, കടല വെന്തില്ല. കടല ഇച്ചിരൂടെ വേകാനുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യം മറന്നുപോയായിരുന്നു. നമ്മൾ അരിഞ്ഞു വെച്ച സവോള തക്കാളിയെല്ലാം ഇവിടെ ഇരിക്കുന്നുള്ളൂ, ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ട് ഏതായാലും ഒന്നുകൂടെ നന്നായി വേകാഞ്ഞത്. ഒന്നുകൂടെ നമുക്ക് 2 വിസിലൂടെ അടുപ്പിക്കാം. ഞാനേ മറന്നുപോയി. പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോകും. അപ്പോൾ ഏതായാലും കടല വേകാഞ്ഞത് കാര്യമാണ്. ഞാൻ എന്നാൽ ഇപ്പം അങ്ങ് വഴറ്റി എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഏതായാലും അത് വേണ്ട. അതിൻ്റെ കൊടുത്തത് ഇട്ട് നമുക്കൊന്ന് 2 അടിക്ക് കൂടെ അടിക്കാം. ചില കടലയെ 4-5 വിസിലൊക്കെ അടിക്കുമ്പോൾ വേകുവേ, ചിലത് വേഗത്തില്ല. അപ്പം എനിക്ക് തോന്നി സിമ്മിലല്ലായിരുന്നു അത് വെച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് വേകാഞ്ഞത് കാര്യമായി. അപ്പോൾ അവളിരുന്ന് 2 വിസിലൂടെ അടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. കടല വേകുമ്പോഴത്തേക്ക് നമുക്ക് പാലപ്പം റെഡിയാക്കാം. കടല വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കിയെടുക്കാം. പാലപ്പം ലാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം പെരിഞ്ചീരകം കൊണ്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. പെരിഞ്ചീരകമാണ്. ചൂടാവട്ടെ. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെറും ചൂടാക്കി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പെരിഞ്ചീരകം നന്നായിട്ട് അരഞ്ഞു വരണമെങ്കിൽ ചൂടാക്കിയെടുക്കണം. മതി. ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി ശകലം. മുളക് പൊടി ഇട്ടാൽ വെച്ചത് വേണ്ട. മല്ലിപ്പൊടി ചേർത്ത് നമുക്ക് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ, ഞാൻ മീറ്റ് മസാല ഇരിപ്പുണ്ട്. അല്ല, അത് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല പൊട്ടിക്കണം. അതും ചേർത്ത് കൊടുത്തു. ഒരു നുള്ളും ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തേ, അല്ലെങ്കിൽ പൊടി അങ്ങ് കരിഞ്ഞു പോകും. ചൂടായിരിക്കുകയാണല്ലോ കല്ല്, അപ്പോൾ ആ ചൂട് മതി. ഗരം മസാല ശകലം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാകത്തിന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കടല വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്താൽ മതി. അപ്പം നമുക്ക് കടല ഞാൻ രണ്ടാമത് വേറെ എല്ലാം വെച്ചായിരുന്നു. അതപ്പോൾ അവിടെ നിന്ന് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അടിക്കട്ടെ. ഇവിടേക്ക് നമുക്ക് പാലപ്പത്തിൽ ഞാൻ ഇന്നലെ നമ്മളെല്ലാം കലക്കി വെച്ചാട്ടോ. കലക്കി നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. സമയം കളയാനില്ല, മണി 5:30 പാക്കറ്റ് പൊടി വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇന്നലെ കലക്കി വെച്ചത്. രാവിലെയൊക്കെ അരച്ചൊക്കെ എടുക്കാൻ താമസമായതുകൊണ്ട് ഇന്നലെ കലക്കിയിട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എണ്ണ തേക്കാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം ചുരുങ്ങിപ്പോവും. കുക്കർ നമുക്ക് ഓഫ് ചെയ്തേക്കാം. മതി, അവിടെ നിന്ന് പോട്ടെ, ആവിയൊക്കെ പോട്ടെ. സിമ്മിൽ വെച്ചാൽ മതി, അല്ലെ പെട്ടെന്ന് ഇപ്പോൾ കരിഞ്ഞു പോകും.
രാവിലെ എഴുന്നേക്കുന്നതും കാണാം, ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ സമയവും പോകുന്നത് കാണാം. എനിക്കറിയില്ല എന്തുവാ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കും ഒന്നും അരിഞ്ഞൊന്നും വെച്ചില്ലായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് രാവിലെ. സമയം ഷൂന്ന് പറഞ്ഞു. എങ്ങനെ പോയാലും ഇവിടെ നിന്ന് ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ 9:45 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും എങ്ങനെ പോയാലും മാക്സിമം ആ സമയമാവും. അപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈസി പാലപ്പം പൊടിയായിരുന്നു മേടിച്ചത്. പഞ്ചസാരയും ശകലം തേങ്ങയൊക്കെ ചേർത്ത്, തേങ്ങ ചേർക്കാൻ അവർ പറഞ്ഞു, പക്ഷെ ഞാൻ ശകലം തേങ്ങയൊക്കെ ചേർത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇളം ചൂടുവെള്ളത്തിട്ട് വിസിൽ ജാരക്കിട്ട് നടിച്ചിട്ട് കലക്കി വെച്ചു. നമ്മുടെ അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാലപ്പം കൈ കൊണ്ടിപ്പോയി. ഓർക്കത്തില്ല, ഇത് ചൂടല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ സ്റ്റീൽ അടപ്പ് സ്റ്റീൽ ഓർത്തില്ല. നല്ല നന്നായിട്ട് ചൂടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ അപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. ശേഷം നമുക്കിതിനെ കടു പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടലയെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. നമുക്കിനി ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എടുക്കാൻ പുറത്ത് പോകണം. വെട്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. കറിവേപ്പില ചേർക്കാതെ കറി വെച്ചാൽ മതി. കാരണം ഞാൻ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. തലേദിവസമായിട്ട് ഇന്നലെ എടുത്തു വെച്ചിട്ടില്ല. അമ്മ എടുത്ത് വെക്കുന്നതായിരുന്നു. ഇപ്പം ഇന്നലെ എടുത്ത മതി, അത്രയും ഇരിപ്പില്ല. അപ്പം വെട്ടമില്ലാതെ ഇരുട്ടാണെങ്കിൽ ഞാൻ പോകത്തില്ല. 5:30 ആദ്യം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിത് കറിവേപ്പില ചേർക്കാത്ത കറിയാണ്. കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കും. വറ്റമുളക് നോക്കിയിട്ട് കടുക് പൊട്ടിക്കാം. കറിവേപ്പില നേരം വെളുത്ത് കഴിയുമ്പോൾ എടുത്തിട്ട് 2 കണ്ടിയും ചേർത്ത് കൊടുക്കും. അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കാം. എല്ലാം കറക്റ്റാണേ, ഒന്നും ചേർക്കണ്ട, എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് വാങ്ങി വെച്ചു. നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് സെയിം നമ്മൾ മുളകും മല്ലിയും ചൂടാക്കിയ സെയിം പാനെടുപ്പത്തേക്ക് വെച്ചു. ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പോയപ്പോൾ പാലപ്പത്തിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടു. നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി, ഒരുപാട് എണ്ണ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. കടുക് ഇട്ട് കൊടുത്തു. കരിയപ്പഴം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വറ്റമുളക് മാത്രം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ടേ. നമുക്ക് കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി. അങ്ങനെ ഒരപ്പം കൂടെ ഉണ്ടാക്കിയ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. നേരെ ഇവിടുന്ന് റെഡിയാകുക ജിമ്മിലേക്ക്. അപ്പം കടലക്കറി നമുക്കൊന്ന് അടച്ചു വെക്കാം, മാറ്റി വെക്കാം. അപ്പം നമ്മുടെ പാലപ്പത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം നമുക്കിനി റെഡി ആയി കഴിയുമ്പോൾ കാണാം. അപ്പം പണികളെല്ലാം കഴിഞ്ഞ് റെഡിയായി നേരെ ജിമ്മിലോട്ട് പോകണം. മാരക പണിയുണ്ട്. അടുത്ത വീഡിയോസിൽ കാണാം. ടേക്ക് ബൈ.